ഔന്നിത്യത്തിന്റെ ബോധങ്ങൾ സമ്മാനിച്ച CH മുഹമ്മദ് കോയ സാഹിബ് MLA ആയി, സ്പീക്കറായി, ഡെപ്യൂട്ടി സ്പീക്കറായി, മന്ത്രിയായി, മുഖ്യമന്ത്രിയായി, ഉപമുഖ്യമന്ത്രിയായി, ആർക്കും അവകാശപ്പെടാനാവാത്ത വിധത്തിൽ മുസ്ലിം സമുദായത്തിന്റെ വർണ്ണമനോഹരമാകുന്ന പകിട്ടിന് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനത്തിന്റെ ക്രോഡീകരണം കാലത്തിനു മുമ്പേ നമുക്ക് പകർന്നു നൽകിയ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് എത്ര പറഞ്ഞാലും എത്ര വിശേഷിപ്പിച്ചാലും തീരാത്ത രാഷ്ട്രീയ ഔന്നിത്യത്തിന്റെ മേഖലയിലേക്ക് തന്റെ പ്രവർത്തന പരതയുടെ ചാരുത ചൊരിഞ്ഞ CHന്റെ കാലഘട്ടത്തിലേക്ക് മാത്രമായിരുന്നില്ല CH മുഹമ്മദ് കോയ സാഹിബ് തങ്ങളുടെ പ്രവർത്തന പരത മെനഞ്ഞെടുത്തത്. എത്രയോ കാലങ്ങൾക്ക് മുമ്പേ വരാനിരിക്കുന്ന കാലത്തെ ബോധ്യത്തോടുകൂടി ഏറ്റെടുത്ത നേതാവായിരുന്നു CH. എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഇനി വരാനിരിക്കുന്ന ഈ കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ നേതാവായിരുന്നു CH. ഒന്നുമല്ലാതിരുന്ന കാലമായിരുന്നു അത്. പ്രിയമുള്ളവരെ, കാടും മലയും മാമലകളും മാത്രം അടിഞ്ഞുകൂടിയൊരു കാലം. ആര് ഈ സമുദായത്തെ നയിക്കാൻ, ഔന്നിത്യത്തിന്റെ മേഖലയിൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഭരണ സാന്നിധ്യത്തിൽ ഈ സമൂഹത്തെയും സമുദായത്തെയും മുന്നോട്ട് നയിക്കാൻ എന്ത് പദ്ധതികൾ ആവിഷ്കരിച്ചെടുക്കുമെന്ന് കാലം ആഗ്രഹിച്ചിരുന്ന കാലത്താണ് CH മുഹമ്മദ് കോയ സാഹിബ് വെറും 6 മാസക്കാലത്തിന്റെ ചുരുങ്ങിയ കാലയളവിൽ മാത്രം പ്രവർത്തന പരത മെനഞ്ഞെടുത്ത തലമുറയിലേക്ക് ഏറ്റവും നല്ല പദ്ധതികൾ മെനഞ്ഞുണ്ടാക്കിയത്. CHന്റെ കാലഘട്ടം വരാനിരിക്കുന്ന എത്രയോ തലമുറയിലേക്കും ഏറ്റവും മനോഹരമായി പകുത്തേകാൻ പദ്ധതികൾ ആവിഷ്കരിച്ചെടുക്കുകയായിരുന്നു. പ്രസാർ ഭാരതിയും ദൂരദർശനും മാത്രം വിപ്ലവം സൃഷ്ടിച്ച കാലമായിരുന്നു അത്. അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയാത്ത സമൂഹവും സമുദായവും ഉണ്ടായിരുന്ന കാലമായിരുന്നു അത്. സ്വന്തം പേരുകൊണ്ടൊരു ഒപ്പ് പോലും ചാർത്തപ്പെടാൻ സാധിക്കാത്ത വിധത്തിൽ ചുണ്ടൊപ്പ് പതിപ്പിച്ചിരുന്ന കാലമായിരുന്നു അത്. ഇന്ന് സോഫ്റ്റ്വെയറിന്റെ കാലം, AI ടെക്നോളജിയുടെ കാലം. ഇന്ന് എല്ലാം തന്റെ കൈവെള്ളയിലുള്ള ആൻഡ്രോയിഡിലേക്കും ഐഫോണിലേക്കും മാത്രം ചുരുങ്ങുന്ന കാലം. അതിൽ നിന്ന് നോട്ടിഫിക്കേഷൻ ബാറിൽ വരുന്ന നോട്ടിഫിക്കേഷൻ മൈക്രോ സെക്കൻഡ് അപ്ഡേറ്റോടുകൂടി ഏറ്റെടുത്ത് സ്ക്രീൻ ലോക്ക് ഓപ്പൺ ചെയ്ത് ലോകത്തെ കാണുന്ന കാലം. ലോക ചരിത്രത്തിന്റെ സമാനതകളിൽ മനുഷ്യ മസ്തിഷ്കത്തെ പോലും വെല്ലുന്ന രീതിയിൽ AI ടെക്നോളജികൾ വർദ്ധിച്ചു വരുന്ന കാലം. എന്നാൽ ഈ കാലത്തെയാണ് CH സ്വപ്നം കണ്ടത്. ഒന്നുമല്ലാതിരുന്ന കാലത്ത് നിന്ന് AI ടെക്നോളജിയുടെ നൂതന സാങ്കേതിക തികവിനെയാണ് CH സ്വപ്നം കണ്ടത്. ഇന്നത്തെ കാലത്തിലേക്ക് കരുതി വെച്ച അധ്യായത്തിന്റെ പ്രതിരൂപത്തിന്റെ പ്രതിധ്വനിയായിരുന്നു CHന്റെ പ്രവർത്തനങ്ങൾ. അങ്ങനെ തുടങ്ങിയ CHന്റെ കാലത്തിന്റെ ചക്രവാള സീമയിൽ ഓർമ്മകളുടെ തുടിപ്പ് സമ്മാനിച്ച് നിലകൊള്ളാനും ഇനി വരാനിരിക്കുന്ന തലമുറയിലേക്കും CHന്റെ ഓർമ്മകളെ നിതാന്ത ജാഗരൂകമായി ജാഗ്രതയോടെ കൊണ്ടു നടക്കാനുമായി CH സെന്റർ എന്ന മനോഹരമാകുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് മുസ്ലിം ലീഗിന്റെ കീഴിൽ ഏറ്റവും മനോഹരമായി ഇന്ന് കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെയുള്ള സകലമാന ജനറൽ ആശുപത്രികൾക്ക് കീഴിലും പ്രവർത്തന സജ്ജതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രൗഢമാകുന്ന കാരുണ്യത്തിന്റെ പേരാണ് CH സെന്റർ. ആരാരുമില്ലാത്തവർക്ക് സ്നേഹമാകുന്ന CH സെന്റർ, ആരാരുമില്ലാത്തവർക്ക് അഭയമാകുന്ന CH സെന്റർ, ആരാരുമില്ലാത്തവർക്ക് കാരുണ്യത്തിന്റെ കരുതലാകുന്ന CH സെന്റർ. മരുന്നിന് വാങ്ങാൻ പോലും കാശില്ലാത്ത രീതിയിൽ പിറകിലോട്ട് കാലുകൾ വലിച്ചെടുക്കുമ്പോൾ അവരെ മുന്നിലേക്ക് ചുവടുവെപ്പിച്ച് മരുന്നില്ലാത്തവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ ഏറ്റവും മനോഹരമായി ഔന്നിത്യം പകരുന്ന CH സെന്റർ. അതിനപ്പുറത്ത് ഡയാലിസിസ് ചെയ്യാൻ പോലും വകയില്ലാതെ സ്വന്തം മക്കളെ മാറോട് ചേർത്ത് പിടിച്ച് വിലപിക്കുന്ന പ്രിയപ്പെട്ട രോഗികളെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് കൊണ്ടുവന്നവർക്കുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുന്ന മനോഹരമാകുന്ന ഡയാലിസിസ് യൂണിറ്റുകൾ. അത് പ്രവർത്തനത്തിന്റെ മികവിന്റെ സജ്ജീകരണത്തിൽ ഇന്ന് ഏറ്റവും മനോഹരമായി നിതാന്ത ജാഗ്രതയോടുകൂടി കാസർഗോഡിന്റെ മണ്ണിലും ഉദയം കൊള്ളുകയാണ്. മഹാനായ CHനെ ഓർത്തെടുക്കാൻ, മഹാനായ CHന്റെ അധ്യായങ്ങളെ ഓർത്തെടുക്കാൻ, മഹാനായ CHന്റെ മധുരമനോഹരമാകുന്ന ഇന്നലകളിൽ നിന്ന് ചികഞ്ഞെടുത്ത് തലമുറയിലേക്ക് പാകപ്പെടുത്തിയെടുത്ത ഒരുപാട് നല്ല നന്മകളെ വരാനിരിക്കുന്ന തലമുറയിലേക്കും പറഞ്ഞു കൊടുക്കാൻ. CH വെറും 2 പേര് മാത്രമായിരുന്നില്ല. CH മുഹമ്മദ് കോയ സാഹിബ് എന്നത് തലമുറ വായിച്ചെടുക്കേണ്ട ചരിത്ര പുസ്തകമായിരുന്നു. CH മുഹമ്മദ് കോയ സാഹിബ് എന്നത് ഇന്നലകളുടെ ചരിത്രത്തിന്റെ അധ്യായത്തിൽ ചികഞ്ഞെടുക്കാൻ പാകത്തിൽ പൊതിഞ്ഞെടുത്ത മനോഹരമാകുന്ന സ്നേഹസുരഭിലെ യാമങ്ങൾക്ക് ഏറ്റവും നല്ല തീഷ്ണമാകുന്ന പ്രവർത്തന മികവിന്റെ അധ്യായം രചിച്ച പ്രൗഢിയും പ്രൗഢഗംഭീരവും ചേർന്ന് സ്നേഹം പോൽ ഉത്തേജിപ്പിച്ച മഹാവ്യക്തിത്വമായിരുന്നു. CH എന്നത് കാലത്തിനു മുമ്പേ സഞ്ചരിച്ച ക്രാന്തദർശിയായിരുന്നു. ആ CHന്റെ ഓർമ്മകൾക്ക് തുടിപ്പ് സമ്മാനിക്കുന്ന CH സെന്ററിന്റെ മനോഹരമാകുന്ന ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടാൻ വേണ്ടി ഈ വേദിയിലേക്ക് എത്തിച്ചേർക്കുകയാണ്. പ്രിയപ്പെട്ടവരെല്ലാം ഈ മനോഹരമാകുന്ന സംഗമത്തിലേക്ക് പ്രിയപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബിന്റെ പുന്നാരപ്പൂമകൻ
മുനീർ സാഹിബ് അടക്കം എത്തിച്ചേരുകയാണ്. എത്ര മനോഹരമാകുന്നൊരു സായാഹ്നം, എത്ര മനോഹരമായൊരു വൈകുന്നേരം. ഇന്നലകളിൽ ഉദിച്ച സൂര്യന്റെ അരുള കിരണങ്ങളെക്കാൾ മനോഹാരിതയുണ്ട് ഇന്നിന്റെ സൂര്യന്റെ അരുള കിരണങ്ങൾക്ക്. മാനത്ത് പ്രപഞ്ചത്തിലേക്ക് ശുഭാപ്തി വിശ്വാസത്തിന്റെ വെളിച്ചം തൂകിയ ഇന്നിന്റെ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ വൈകുന്നേരത്തിന് വല്ലാത്ത പ്രൗഢിയുണ്ട്, ഈ വൈകുന്നേരത്തിന് വല്ലാത്ത മാധുര്യമുണ്ട്, ഈ വൈകുന്നേരത്തിന് വല്ലാത്ത മഹനീയതയുണ്ട്, ഈ വൈകുന്നേരത്തിന് വല്ലാത്ത സൗരഭ്യമുണ്ട്, ഈ വൈകുന്നേരത്തിന് വല്ലാത്ത ഭംഗിയുണ്ട്. അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് തീജ്വാലകൾ പോലെ മുഖരിതമാക്കി കളകളാരവം മുഴക്കി കിളികളുടെ കളകളനാദം കേട്ടുണർന്ന ഇന്നിന്റെ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാള സീമയെ ലക്ഷ്യമാക്കി ചെമ്പരുത്തിയുടെ ചെഞ്ചായമണിയാൻ വേണ്ടി പോകുമ്പോൾ അസ്തമയത്തിന്റെ സൂര്യ കിരണങ്ങൾ നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ ഈ വൈകുന്നേരത്തെ സാക്ഷി നിർത്തുകയാണ് കാസർഗോഡിന്റെ മണ്ണ്. ഈ വൈകുന്നേരത്തോട് ഉല്ലസിക്കുകയാണ് കാസർഗോഡിന്റെ മണ്ണ്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ നിന്ന് വരാനിരിക്കുന്ന തലമുറയിലേക്ക് പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും പുതിയ നൂതന സാങ്കേതിക തികവിലും പുതിയ അധ്യായത്തെ മെനഞ്ഞെടുക്കുകയാണ്. ചരിത്രം ചരിത്രമായി മാറുകയാണ്. കാസർഗോഡിന്റെ ചരിത്രം അത് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ചരിത്രമാണ്. ഇന്നലകളിൽ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ചരിത്രമാണ്. അറബിക്കടലിന്റെ നീല തിരമാലകളോട് മുത്തമിട്ട് വന്ന മാലിക് ദിനാറും സംഘവും പാദസ്പർശമേറ്റ് പുളകമണിഞ്ഞ മണ്ണിന്റെ മാനസിന്റെ ഈ മനോഹരമാകുന്ന വികാരത്തെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ CH സെന്ററിന്റെ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിക്കുക, പുറകിൽ ഇഷ്ടം പോലെ കസേരയുണ്ട്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നവർ, ഈ കോമ്പൗണ്ടിന്റെ അടുത്ത് നിൽക്കുന്നവരൊന്ന് ദയവ് ചെയ്ത് നമ്മുടെ സജ്ജീകരണം അതിൻ്റെ കൃത്യമായ അറേഞ്ച്മെന്റോട് കൂടി നടത്തേണ്ടതുള്ളത് കൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ മനോഹരമാകുന്ന സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ സയ്യിദ് അവറുകൾ എത്തുകയാണ്. അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൗഢമാകുന്ന കാര്യപരിപാടികൾക്ക് തുടക്കമാകുന്നു. ഈ വേദിയിലേക്ക് ഖിറാഅത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ് അടുക്കത്ത് വയൽ മജ്ലിസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിലെ വിദ്യാർത്ഥി അഹമ്മദ് സാഹിർ. അവരെ സ്നേഹത്തോടെ പ്രസംഗപീഠത്തിലേക്ക് ഖിറാഅത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്.